ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എഡ്യൂമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 3ാം ക്ലാസ്സിലെ മക്കളുടെ ക്രിസ്മസ് പരീക്ഷയുടെ പരിസര പഠനത്തിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പരിസര പഠനത്തിന്റെ മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം നമ്മൾ ഓൾറെഡി മറ്റ് ചോദ്യ പേപ്പറുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത മക്കൾക്ക് വേണ്ടിയിട്ട് STD3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രവർത്തനം 1, ശുചിത്വം മഹത്വം. ചോദ്യം എ, സ്കൂൾ ശാസ്ത്രമേളയിൽ പ്രദർശിപ്പിക്കുന്നതിന് അനുവും കൂട്ടുകാരും വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ട ഒരു ചാർട്ട് തയ്യാറാക്കുകയാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി ചാർട്ട് പൂർത്തിയാക്കുക. ശുചിത്വം മഹത്വം. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശുചിത്വത്തിന് വേണ്ടിയിട്ട്? ആഹാരത്തിന് മുൻപും ശേഷവും കൈകൾ നന്നായി കഴുകണം. ദിവസവും കുളിക്കുക. 2 നേരം പല്ല് തേക്കുക. നഖം മുറിക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ഇതിൽ തന്നെയുള്ള ബി ചോദ്യം നോക്കൂ. കിഡ്സ് പാർക്കിന്റെ ചിത്രം തന്നിട്ടുണ്ട്. അതിനു മുൻപ് 2 കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് സമയമാണ്. സമയം രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ. പിന്നെ ഒന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കരുത്, വലിച്ചെറിയരുത്. അങ്ങനെ ഒരു പോസ്റ്റർ കൂടെ അവിടെ വെച്ചിട്ടുണ്ട്. ചോദ്യം ബി, പാർക്കിന്റെ മുൻപിലുള്ള ബോർഡ് ശ്രദ്ധിച്ചല്ലോ. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുകയോ വലിച്ചെറിയുകയോ ചെയ്യരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കുറിക്കുക. 2 കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും പുറത്തു വരുന്ന പുക ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കും. അത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ ലയിക്കുകയില്ല. അതിലൂടെ പരിസ്ഥിതി മലിനീകരണവും വായു മലിനീകരണവും സംഭവിക്കും. ചോദ്യം സി, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൊതുക് പരത്തുന്ന രോഗം ഏതാണ്? എ മഞ്ഞപ്പിത്തം, ബി കോളറ, സി മന്ത്, ഡി ടൈഫോയിഡ്. അതിൽ മന്താണ് കൊതുക് പരത്തുന്ന രോഗം. പ്രവർത്തനം 2, മണ്ണ് സംരക്ഷിക്കാം. ഇവിടെ മണ്ണിര പറയുന്നത് നോക്കൂ. ഞാൻ എന്നും മണ്ണിൽ തന്നെ. ചോദ്യം എ, മണ്ണിര പറയുന്നത് ശ്രദ്ധിച്ചല്ലോ. മണ്ണിരയ്ക്ക് മാത്രമല്ല, മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും മണ്ണുകൊണ്ട് നിരവധി പ്രയോജനങ്ങളുണ്ട്. അവ ഏതൊക്കെ? ജീവികളുടെ വാസസ്ഥലം. മറ്റ് 2 കൂടെ നിങ്ങൾക്ക് എഴുതാം. കൃഷിക്ക് മണ്ണ് ആവശ്യമാണ്. ചെടികൾ വളർത്താൻ മണ്ണ് വേണം. വീട് നിർമ്മിക്കാൻ മണ്ണ് വേണം. ചോദ്യം ബി, മണ്ണ് സംരക്ഷണത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിന് ഒരു പോസ്റ്റർ തയ്യാറാക്കുക. മക്കള് പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ഒരു ബോർഡർ വരച്ചു കൊടുത്തിട്ട് നല്ല ചിത്രങ്ങളൊക്കെ, അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ വരച്ചു കൊടുക്കുക. എന്നിട്ടൊരു കൊട്ടേഷൻ എഴുതുക. എന്നിട്ടൊരു പോസ്റ്റർ വാക്യം എഴുതുക. മണ്ണില്ലെങ്കിൽ നാമില്ല. പ്രവർത്തനം 3, ആഹാരം പലവിധം. നമുക്കിവിടെ കുറച്ച് വസ്തുക്കളുടെ പേരുകൾ തന്നിട്ടുണ്ട്. നോക്കൂ. മത്തങ്ങ, ഗോതമ്പ്, പപ്പായ, പയർ, കടല, മുട്ട, ചോളം, പാൽ, മാമ്പഴം, മരച്ചീനി, ചേന, മുരിങ്ങയില, ചക്കപ്പഴം. ചോദ്യം എ, മുകളിൽ കൊടുത്തിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളെ തരംതിരിച്ച് പട്ടിക പൂർത്തിയാക്കുക. നോക്കൂ, നമുക്കിവിടെ പട്ടികയിൽ ആദ്യം തന്നിട്ടുള്ള പച്ചക്കറികളാണ്. പച്ചക്കറികളിൽ നമുക്കിതിൽ മുരിങ്ങ ഇലയും മത്തങ്ങയും ഉൾപ്പെടുത്താം. പിന്നെ മാമ്പഴം തന്നിട്ടുണ്ട്. മാമ്പഴം പഴവർഗ്ഗങ്ങളിൽ വരുന്നതാണ്. അപ്പൊ പഴങ്ങൾ, ബാക്കി പഴങ്ങൾ വരുന്നത് പപ്പായ, ചക്കപ്പഴം, മാമ്പഴം. പിന്നെ ധാന്യങ്ങൾ വരുന്നത് ഗോതമ്പ്, ചോളം. പിന്നെ അടുത്തത് കടല തന്നിട്ടുണ്ട്. അപ്പൊ കടല ഒരു പയറുവർഗ്ഗമാണ്. പയറുവർഗ്ഗങ്ങളിൽ കടല കൂടാതെ അവിടെ പയറുകൂടെ പറഞ്ഞിട്ടുണ്ട്. ഇനി കിഴങ്ങു വർഗ്ഗങ്ങൾ തന്നിരിക്കുന്നത് മരച്ചീനിയും ചേനയും ആണ്. ജന്തുക്കളിൽ നിന്ന് ലഭിക്കുന്നവ മുട്ട, പാല് തുടങ്ങിയവയാണ്. അതിലെ ചോദ്യം ബി, നമ്മുടെ ഭക്ഷണ രീതിയുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന ചില പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. 1, ഒരേ തരം ഭക്ഷണം തന്നെ എല്ലാ ദിവസവും കഴിക്കണം. 2, ദിവസവും 6 മുതൽ 8 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. 3, എണ്ണ അടങ്ങിയ ഭക്ഷണം ധാരാളമായി കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. 4, ഭക്ഷ്യവസ്തുക്കൾ വേവിച്ചു കഴിക്കുന്നവയും വേവിക്കാതെ കഴിക്കുന്നവയും ഉണ്ട്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് തെരഞ്ഞെടുത്ത് എഴുതുക. നോക്കൂ, ഒരേ തരം ഭക്ഷണം തന്നെ എല്ലാ ദിവസവും കഴിക്കണം. അത് തെറ്റാണ്. 2 ദിവസവും 6 മുതൽ 6 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. അത് ശരിയാണ്. എണ്ണ അടങ്ങിയ ഭക്ഷണം ധാരാളമായി കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. അത് തെറ്റാണ്. ആരോഗ്യത്തിന് നല്ലതല്ല. പിന്നെ ഭക്ഷ്യവസ്തുക്കൾ വേവിച്ചു കഴിക്കുന്നവയും വേവിക്കാതെ കഴിക്കുന്നവയും ഉണ്ട്. അത് ശരിയാണല്ലേ. അപ്പൊ 2ഉം 4ഉമാണ് ശരി. അപ്പൊ ഇതിൽ തന്നിട്ടുള്ള ഓപ്ഷനിൽ ബി ആണ് ശരി. 2ഉം 4ഉം ശരിയാണ്. പ്രവർത്തനം 4, നല്ലത് കഴിക്കാം. ഇവിടെ അപ്പുവും ആകാശും തമ്മിലുള്ള സംഭാഷണം തന്നിട്ടുണ്ട്. അപ്പു പറയുന്നത് നോക്കൂ. പുട്ട്, കടലക്കറി, സാലഡ്, പാൽ. അത്രയാണ് അപ്പു കഴിച്ചത്. ആകാശ് കഴിച്ചതോ? പൊറോട്ട, ചിക്കൻ വറുത്തത്. ഇതിലെ ചോദ്യം എ നോക്കൂ. അപ്പുവും ആകാശും രാവിലെ കഴിച്ച ആഹാരത്തെ കുറിച്ച് സംസാരിക്കുകയാണ്. 2 പേരും കഴിച്ച ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ താഴെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. പട്ടികയിൽ നമുക്ക് വിഭവവും അതിനു വേണ്ട ഭക്ഷ്യവസ്തുക്കളാണ് തന്നിട്ടുള്ളത് കേട്ടോ.
ആദ്യത്തെ വിഭവം എന്താണ്? പുട്ടാണ്. പുട്ടിന് വേണ്ട ഭക്ഷ്യവസ്തുക്കൾ പുട്ടുപൊടി, വെള്ളം, ഉപ്പ്, തേങ്ങ. പിന്നെ കടലക്കറിക്ക് വേണ്ടവ കടല, സവാള, ഉപ്പ്, മുളക് പൊടി, വെള്ളം. സാലഡിന് വേണ്ടത് ക്യാരറ്റ്, ക്യാബേജ്, കക്കരി, നാരങ്ങ, ഉപ്പ്, കുരുമുളക് പൊടി. പിന്നെ എന്തൊക്കെയോ വെജിറ്റബിൾസ് കിട്ടുമോ അതെടുക്കാം. പൊറോട്ടയ്ക്ക് മൈദ, ഉപ്പ്, ഓയിൽ, വെള്ളം. ചിക്കൻ വറുത്തതിന് ചിക്കൻ, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെള്ളം, ഓയിൽ. ചോദ്യം ബി, അപ്പുവും ആകാശും കഴിച്ചതിൽ ആരുടെ ഭക്ഷണക്രമമാണ് കൂടുതൽ ആരോഗ്യപ്രദമായത്? നിങ്ങളുടെ അഭിപ്രായം കുറിക്കുക. അപ്പുവിൻ്റെതാണ്. കാരണം അപ്പു പുട്ട്, കടലക്കറി, സാലഡ്, പാല് എന്നിവയാണ് കഴിച്ചത്. എല്ലാത്തരം ആരോഗ്യകരമായ ഭക്ഷണവും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആകാശ് പൊറോട്ടയും ചിക്കൻ വറുത്തതുമാണ് കഴിച്ചത്. അതിൽ ധാന്യങ്ങളും പച്ചക്കറികളും ഒന്നും തന്നെ ഇല്ല. മാത്രമല്ല അത് ആരോഗ്യത്തിന് നല്ലതുമല്ല. പ്രവർത്തനം 5, വൃത്തിയുള്ള പരിസരം. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് കുട്ടികൾ വിദ്യാലയ പരിസരം വൃത്തിയാക്കിയപ്പോൾ ശേഖരിച്ച മാലിന്യങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് കുപ്പികൾ, പഴത്തൊലി, ഭക്ഷണാവശിഷ്ടങ്ങൾ, കേടായ ബാറ്ററികൾ, പ്ലാസ്റ്റിക് കവർ, കേടുവന്ന കീബോർഡ്. ചോദ്യം എ, ഇവയെ ഉചിതമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുക. ആദ്യത്തേത് നോക്കൂ, പഴംതൊലിയാണ്. പഴത്തൊലി നോക്കൂ മക്കളെ, നമുക്ക് ജൈവ മാലിന്യമാണ് അല്ലെ, അതായത് പ്രകൃതിക്കൊന്നും തന്നെ ദോഷകരമല്ല. പഴത്തൊലിയും ഭക്ഷണാവശിഷ്ടങ്ങളുമാണ് ജൈവ മാലിന്യങ്ങളിൽ വരുന്നത്. ഇനി അടുത്തത് പ്ലാസ്റ്റിക് കുപ്പികൾ. പ്ലാസ്റ്റിക് കുപ്പികൾ വരുന്നത് അജൈവ മാലിന്യത്തിലാണ്, അതായത് പ്രകൃതിക്ക് ദോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതെന്താണ്? മണ്ണിൽ ലയിച്ചു പോവാത്ത വസ്തുക്കളാണ്. പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും അതിനുദാഹരണമാണ്. അടുത്തത് അപകടകരമായ മാലിന്യങ്ങൾ. കേടുവന്ന ബാറ്ററികളും കേടുവന്ന കീബോർഡും അതൊക്കെ ഈ വേസ്റ്റുകളാണ്. ഇതൊക്കെ അപകടകരമായ മാലിന്യങ്ങൾ അതിൽ ഉൾപ്പെടുത്താം. ചോദ്യം ബി, വൃത്തിയുള്ള പരിസരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾക്ക് നേരെ ശരി അടയാളം ഇടുക. ചപ്പുചവറുകൾ കൂടിക്കിടക്കുന്നില്ല, അത് ശരിയാണ്. മലിനജലം കെട്ടിക്കിടക്കുന്നു, അത് തെറ്റാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിരിക്കുന്നു, അതും തെറ്റാണ്. മാലിന്യങ്ങൾ ശരിയായി സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്, അത് ശരിയാണ്. ഒന്നാമത്തേതും നാലാമത്തേതുമാണ് വൃത്തിയുള്ള പരിസരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. പ്രവർത്തനം 6, മണ്ണും ജലവും. ചോദ്യം എ, വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ജലം കൊണ്ട് എന്തെല്ലാം ഉപയോഗങ്ങളാണുള്ളത്? പദസൂര്യൻ പൂർത്തിയാക്കുക. ഒരെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, മൃഗങ്ങൾക്ക് കുളിക്കാൻ, പിന്നെ അതുപോലെ കുടിക്കാൻ, പിന്നെ വസ്ത്രങ്ങൾ അലക്കാൻ, വാഹനങ്ങൾ കഴുകാൻ, കാലികളെ കുളിപ്പിക്കാൻ. ഇതിനെല്ലാം വിവിധ ജലസ്രോതസ്സുകളിൽ നിന്നുള്ള ജലം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ചോദ്യം ബി, ദിശ തന്റെ വീട്ടുവളപ്പിലൂടെ നടന്നപ്പോൾ ലഭിച്ച മണ്ണിന്റെ ചെറിയ കട്ടകൾ വെള്ളം നിറച്ചൊരു ഗ്ലാസ്സിലേക്ക് ഇട്ടപ്പോൾ അതിൽ നിന്നും കുമിളകൾ പുറത്തേക്ക് വരുന്നത് കണ്ടു. എന്തായിരിക്കും ഇതിന് കാരണം? കുറിക്കുക. കാരണം മണ്ണിൽ വായുവിന്റെ സാന്നിധ്യം ഉണ്ട്. മണ്ണിൽ വായു ഉള്ളതുകൊണ്ടാണ് മണ്ണിന്റെ കട്ടകൾ വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ കുമിളകൾ വന്നത്. ചോദ്യം സി, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വിവിധ തരം രൂപങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന മണ്ണ് ഏത്? കളിമണ്ണ്, മണൽ. കളിമണ്ണാണ് നമ്മൾ വിവിധ തരത്തിലുള്ള രൂപങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മണ്ണ്. ഇത്രയും ചോദ്യങ്ങളാട്ടോ മക്കളെ നമ്മൾ ഈ ചോദ്യപേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യപേപ്പർ ആയിരുന്നു. ചർച്ച ചെയ്ത എല്ലാ ചോദ്യങ്ങളും മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 3ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിനെ വീണ്ടും കാണാം. താങ്ക്